ലസദ്വേദകന്ദം ശിരശ്രീമദിന്ദം ശ്രിതശ്രീമുകുന്ദം ബൃഹച്ചാരുതുണ്ടം സ്തുതശ്രീസനന്ദം ജടാഹീന്ദ്രകുന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേ 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 അഭീഷ്ടസന്തം ഭജേ ഭജേ അഭീഷ്ടസന്തം. ശ്രീനാരായണ ഭക്തരെ സംബന്ധിച്ചും വിശേഷിച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറുന്നതിൽ വലിയ നിർണായകമായ പങ്കാണ് ഗുരുദേവൻ വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ കൂടുതൽ കൂടുതൽ പ്രാധാന്യമേറുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. പുരോഗമന മനസ്സുള്ളവർക്ക് വിശേഷിച്ചും ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ആശയങ്ങൾ തന്നെയാണ്, സന്ദേശങ്ങൾ തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം പടുത്തുയർത്തുവാൻ കേരളത്തിലെ വിശേഷിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നന്നായി പരിശ്രമിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടെ കാണാൻ കഴിയും. പല വിധത്തിലുള്ള ഇല്ലായ്മകൾ മാറ്റിയെടുക്കാനും ഓരോ മേഖലയെ സംബന്ധിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ആ തീർത്ഥാടന വേളയിൽ ശിവഗിരിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചിന്തയും ചർച്ചയും അതിൽ പങ്കാളികളാകുന്നവർക്കെല്ലാം അവരുടെ മനസ്സിലേക്ക് അത്തരം ആശയങ്ങൾ കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഗുരുസമക്ഷം എന്ന സംഗീത ആൽബം അത്തരം പ്രവർത്തനങ്ങൾക്കും അത്തരം ചിന്തകൾക്കും അതുപോലെ വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും വിശേഷിച്ചും ആവേശം പകരാനും കൂടുതൽ കൂടുതൽ ഗുരു ചിന്തകൾ മനസ്സിലേക്ക് എത്തിക്കുവാനും സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കളെയും, വിശേഷിച്ചും ശ്രീ അമ്പലത്തറ ചന്ദ്രബാബു, രചയിതാവ് ഐശ്വര്യ ജീവൻ, സംഗീത സംവിധായകൻ ശ്രീ ശ്രീറാമടക്കമുള്ള സുഹൃത്തുക്കൾക്ക് പ്രത്യേകം അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ആൽബം പ്രകാശനം ചെയ്ത് അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.